നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ 101 കവിതകളടങ്ങിയ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിന് വിതുമ്പലുകൾ. ഇതിനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് 10-30 വർഷക്കാലം ഗൾഫിലെ ജീവിച്ച ഒരാളിന് ജീവിതത്തിൻ്റെ പകുതിയിലേറെ ഭാഗവും അവിടെ ജീവിച്ച ഒരാളിന് കൂടുതൽ അനുഭവങ്ങളും അവിടെ നിന്നാണല്ലോ. അത് പലതരത്തിലാണ്. നമ്മുടെ നാട്ടിലുള്ള അനുഭവങ്ങളും ഗൾഫ് നാടുകൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കും ഓരോ വ്യത്യസ്തതകളുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 വട്ടം ചിന്തിച്ചിട്ട് നമുക്ക് ശ്രമിക്കാം എന്ന് പറയും. അവിടെ സംബന്ധിച്ചിടത്തോളം അതല്ല. അടുത്തൊരു തലവേദന വന്നു. ഓരോരുത്തരെ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് തലവേദനയായിട്ടാണ്. അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ എൻ്റെ അനുഭവത്തിലൂടെയും പറഞ്ഞാണ്. പക്ഷെ ഒരാൾ നല്ല സൗകര്യത്തിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ അവരെ തോളിലേറ്റി ലോകം മുഴുക്കയും ആഫ്രിക്കയും ഉഗാണ്ടയും അമേരിക്കയും ലണ്ടനും പാരീസും എല്ലാം താൻ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ എന്ന് പറയാൻ 100,000 ആബാലവൃദ്ധങ്ങൾ ഉണ്ടാവും. ചിലർക്കത് രസിച്ചെന്ന് വരും, ചിലർക്കത് രസിച്ചില്ല എന്ന് വരും. ഞാനവിടെ ഒരു 10-15 വർഷം പലതിലായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാലവും ഏകദേശം 8-10 വർഷത്തോളം അറബ്ടെക് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ജോലി. നല്ല ജോലി, സമയത്തിന് ശമ്പളം, ഇതെല്ലാം ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അങ്ങനെ ജീവിച്ചതും അല്ലാതെ ജോലി ഇല്ലാണ്ട് തൊഴിലന്വേഷിച്ച് നടന്ന ഒരുപാട് കാലങ്ങളും ഇതെല്ലാം മറക്കാവുന്നതല്ല. 1-2 വിസിറ്റ് വിസ എടുത്ത് അവിടെ പോവുകയും ഒരുപാട് ആൾക്കാരെ കാണുകയും പണിയൊന്നും ലഭിക്കാതെ തിരിച്ചു വരികയും അങ്ങനെയൊക്കെയുള്ള 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊന്നും പറഞ്ഞാൽ തരില്ല. പക്ഷേ ഈ കവിതയ്ക്ക് ആധാരം ഞാനൊരു 10-16 പേർക്കോളം ഈ അറബ്ടെക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ തന്നെ എൻ്റെ റെക്കമെൻഡേഷനോടുകൂടി അവിടുത്തെ പ്രോജക്റ്റ് മാനേജറും ടെക്നിക്കൽ മാനേജറും അഡ്മിനിസ്ട്രേഷൻ മാനേജറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു 10-16 പേരെ അവിടെ ജോലിക്ക് കയറ്റിയിട്ടുണ്ട്. പിൽക്കാലത്ത് അവിടെയൊക്കെ പെരുമാറ്റവും അവിടെയൊക്കെ ശൈലിയുമൊക്കെ കടലും കായലും തമ്മിലുള്ള വ്യത്യാസങ്ങളായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സംഭവം എന്ന് പറയുന്ന ഒരു വിസിറ്റ് വിസയ്ക്ക് പോയിട്ട് അവിടെ കഴിയുന്ന നാളിൽ റൂമും ബെഡ് സ്പേസും ഒന്നും ശരിയായിട്ടില്ല. പലരോടും പറഞ്ഞു, രക്ഷയില്ല. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള പലരെയും വിളിച്ചു, ആലോചിക്കട്ടെ, നോക്കട്ടെ, കാണട്ടെ എന്നൊക്കെയാണ് അവരുടെ പ്രതികരണം. പക്ഷെ അതിലൊന്നും വിഷമം തോന്നിയില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ ഒരുപാട് കിടക്കുമ്പോൾ ഇതൊന്നും ഒരു അനുഭവമേ അല്ലല്ലോ. അങ്ങനെ ഒരു രാവിൽ, നല്ല തണുപ്പുള്ള ഒരു രാവിൽ, ക്രീക്കിലെ ഒരു ബെഞ്ചിൽ ഉടുത്തിരുന്ന ഉടുവസ്ത്രവുമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നും കിടന്നും അതോടൊപ്പം അസഹ്യമായിട്ടുള്ള വിശപ്പും. മണി 12, 1, 2, 3, 4 ഒന്നും നേരം വിളിത്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്ന മണിക്കൂറുകൾ. ആകാശത്ത് മിന്നിമറയുന്ന നക്ഷത്രങ്ങളും ആകാശത്തൂടെ പറന്നു പോകുന്ന വിമാനങ്ങളും കടലിൻ്റെ ഇരമ്പവും അതെല്ലാം കേട്ടുകൊണ്ട് ആ രാവ്, തണുത്ത് ഉറച്ചു കിടന്ന ആ രാവ്, അതാണ്, ആ രാവിൻ്റെ ഓർമ്മകളാണ് ഈ കവിതയ്ക്ക് ആധാരം. അതേ സ്ഥലത്ത് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ ഏപ്രിലിൽ ആംതം ലോയൽ സാഹിത്യ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഞാൻ ദുബായിലെ ആ ക്രിക്കേരിയിൽ ഞാനിരുന്ന അതേ ബെഞ്ചിൽ മണിക്കൂറുകളോളം ചെലവിടുകയും എൻ്റെ പൂർവ്വകാലം ഞാൻ ഓർത്തെടുക്കുകയും ചെയ്തു. ദിവസങ്ങളോളം പിന്നെയും നിൽക്കാൻ വിസയുണ്ടായിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അന്നും ഇന്നും കാലചക്രം എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതെങ്ങനെ മായ്ച്ചു കളയാൻ കഴിയും? അതെങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും?
അപ്പോൾ ആ ഓർമ്മകളുടെ വെളിച്ചത്തിൽ എഴുതിയ ഒരു കവിതയാണ് മനസ്സിൻ വിതുമ്പലുകൾ. അതിലെ ചില വരികൾ ഞാനിവിടെ ആലപിക്കാം. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർ തുള്ളികൾ, ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർ തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ, ജന്മജന്മാന്തരം കൊണ്ടു നേടി സുഖത്തിൻ്റെ സായുജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ, സായുജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. തുടർന്നുള്ള വരികളും വിഷ്വൽസും നിങ്ങൾ കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ, ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ സായുജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ. ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ സായുജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ. നക്ഷത്രങ്ങളെ കാലത്തിൻ നനുത്ത കാറ്റിൽ ആടാൻ മറന്നു, പാടാൻ മറന്നു നിത്യസാക്ഷികളെ. നക്ഷത്രങ്ങളെ കാലത്തിൻ നനുത്ത കാറ്റിൽ ആടാൻ മറന്നു, പാടാൻ മറന്നു നിത്യസാക്ഷികളെ. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർത്തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ സായുജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ. നക്ഷത്രങ്ങളെ കാലത്തിൻ നനുത്ത കാറ്റിൽ ആടാൻ മറന്നു, പാടാൻ മറന്നു നിത്യസാക്ഷികളെ. കാലമാം തൊട്ടിലിൽ മയങ്ങുന്നു ജീവന്റെ കണികകൾ, കാലമാം തൊട്ടിൽ മയങ്ങുന്നു ജീവന്റെ കണികകൾ. കാലമാമൊഴുക്കിൽ പെടുന്നു പ്രപഞ്ചവും മാനവരാശിയും, കാലമാമൊഴുക്കിൽ പെടുന്നു പ്രപഞ്ചവും മാനവരാശിയും. വസന്തവും ഹേമന്തവും മാറി മാറി വരുന്നല്ലോ, വസന്തവും ഹേമന്തവും മാറി മാറി വരുന്നല്ലോ. ശരത്കാലവും വന്നണഞ്ഞു ഈ ഭൂവിൽ, വസന്തവും ഹേമന്തവും മാറി മാറി വരുന്നല്ലോ. ശരത്കാലവും വന്നണഞ്ഞീ ഭൂമിയിൽ. എന്നിട്ടുമെന്തേ നിൻമിഴിക്കോണുകൾ നിർവൃതിയുടെ സുഖം നുകരാതെ പോയി. വസന്തവും ഹേമന്തവും മാറി മാറി വരുന്നല്ലോ, ശരത്കാലവും വന്നണഞ്ഞു ഈ ഭൂവിൽ. എന്നിട്ടുമെന്തേ നിൻമിഴിക്കോണുകൾ
നിർവൃതിയുടെ സുഖം നുകരാതെ പോയി. വസന്തവും ഹേമന്തവും മാറി മാറി വരുന്നല്ലോ, ശരത്കാലവും വന്നണഞ്ഞു ഈ ഭൂവിൽ. എന്നിട്ടും എന്തേ നിൻമിഴിക്കോണുകൾ നിർവൃതിയുടെ സുഖം നുകരാതെ പോയി. ഈ ഭൂമിയിൽ പതിക്കുന്നു കണ്ണുനീർ തുള്ളികൾ, ഈ വാനിൽ ചേർന്നലിയുന്നു ചുടുനിശ്വാസങ്ങൾ. ജന്മജന്മാന്തരം കൊണ്ടു നേടിയ സുഖത്തിൻ്റെ സായൂജ്യത്തിനായി ഞാനുഴലുന്നു നക്ഷത്രങ്ങളെ. നക്ഷത്രങ്ങളെ കാലത്തിൻ നനുത്ത കാറ്റിൽ ആടാൻ മറന്നു പാടാൻ മറന്നു നിത്യസാക്ഷികളെ. നക്ഷത്രങ്ങളെ കാലത്തിൻ നനുത്ത കാറ്റിൻ ആടാൻ മറന്നു പാടാൻ മറന്നു നിത്യസാക്ഷികളെ.